ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡീലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ 10+2 അതായത് ടെക്നിക്കൽ എൻട്രി സ്കീമിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ എൻട്രി സ്കീമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി 13/10/2023 മുതൽ 12/11/2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ബട്ടൺ അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ഓഫീസർ എൻട്രി എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സെക്ഷൻ വഴിയാണ് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ടെസ്റ്റ് അതായത് ടെക്നിക്കൽ എൻട്രി സ്കീമിന് അപേക്ഷിക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഓഫീസർ എൻട്രി ആ ഒരു സെക്ഷനിൽ വലത്തെ സൈഡിലായിട്ട് ഓഫീസർ എൻട്രി അപ്ലൈ അല്ലെങ്കിൽ ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്ന് ന്യൂ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ആൾറെഡി രജിസ്റ്റേർഡും. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലെ ഓഫീസർ എൻട്രിയിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അവിടെ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ടെക്നിക്കൽ എൻട്രി സ്കീം അതായത് ഇന്ത്യൻ ആർമിയുടെ 10+2 ബിടെക് എൻട്രി റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ ആധാർ നമ്പറിൻ്റെ അതിൽ സെലക്ട് ചെയ്യുക. അതല്ല ആധാർ എൻറോൾമെൻറ്റ് നമ്പറാണ് ഉള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് ഇല്ല എങ്കിൽ നൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, കാൻഡിഡേറ്റ് നെയിം. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഫാദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം ഇമെയിൽ ID അതുപോലെ തന്നെ മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യുക. ഇമെയിൽ ID മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് OTP കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ OTP വെരിഫിക്കേഷനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് ഫിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ അവിടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ മാരേജിൽ സ്റ്റാറ്റസും സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്.
അതുപോലെ തന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസിന് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു സീക്രട്ട് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും പാസ്വേഡ് റിക്വയർമെൻറ്റ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അവിടെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ബോർഡ്, അതുപോലെ തന്നെ 10th സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴത്തേക്ക് വരുമ്പോൾ എലിജിബിൾ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പാസ്ഡ് ആണെങ്കിൽ, അതായത് പഠിച്ച് കഴിഞ്ഞുവെങ്കിൽ പാസ്ഡ് സെലക്ട് ചെയ്യുക. അതല്ല പഠിക്കുകയാണെങ്കിൽ അപ്പിയറിംഗ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡേറ്റ് ഓഫ് എൻറോൾമെൻ്റ് ആണ്, അത് ഓപ്ഷണലാണ്, ഉള്ളവർ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ പാസ്വേഡ് റിക്വയർമെൻറ്റ്സിൽ അവിടെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു പാസ്വേഡ് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായി തന്നെ വരുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം മുകളിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ്, കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് തുടങ്ങിയ 2 അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 അഡ്രസ്സും നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. ഇതല്ല 2 അഡ്രസ്സും സെയിം ആണെങ്കിൽ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സിന് തൊട്ട് താഴെ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നൊരു ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സെയിം ആണെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ അല്ലെങ്കിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ഓഫീസർ എൻട്രിയിലെ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഇന്ത്യൻ ആർമിയുടെ 10+2 ബിടെക് എൻട്രി, അതായത് ടെസ്റ്റ് വീക്ഷിക്കുന്നതിനായിട്ട് ഇടത്തെ സൈഡിൽ അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിന് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം താഴെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ടെസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. ഇവിടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായി തന്നെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആദ്യം നാഷണാലിറ്റി, 5ാമത്തെ ഓപ്ഷനായ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മെയിനായിട്ടും 3 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ചെയ്യേണ്ടത്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ്, പിൻകോഡ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെയും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ സെയിം ആണ് എങ്കിൽ അവിടെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സിൻ്റെ തൊട്ട് താഴെ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം നിങ്ങൾ താഴത്തേക്ക് വരുമ്പോൾ വലത്തേ സൈഡിൽ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ PCM ഇൻ ക്ലാസ് 12th, അതായത് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് ലഭിച്ച മാർക്ക് എൻ്റർ ചെയ്യാനാണ് ആദ്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഫിസിക്സിൽ ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു, അതുപോലെ തന്നെ എത്ര മാർക്ക് ലഭിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം 3 സബ്ജക്റ്റിൻ്റെയും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അതർ ബോർഡ് ആണെങ്കിൽ അതർ ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടൈപ്പ് ഓഫ് സ്കൂളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഏതെങ്കിലും മിലിറ്ററി സ്കൂളാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അത് അവിടെ സെലക്ട് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾ അതേഴ്സ് സെലക്ട് ചെയ്യുക. അതേഴ്സ് സെലക്ട് ചെയ്യുന്നവർ തൊട്ട് താഴെ ആ ഒരു സ്കൂൾ നെയിമും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ NDA കോഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പാരലായിട്ട് എന്തെങ്കിലും NDA കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ വലത്തേ സൈഡിലായിട്ട് JEE മെയിൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ JEE മെയിൻസ് എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ റോൾ നമ്പർ, റാങ്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് കാണാൻ സാധിക്കാം. ഇവിടെ SSB ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ യെസ് ക്ലിക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ നോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ യെസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏത് ഇൻ്റർവ്യൂ ആണ് അറ്റൻഡ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ഫിൽ ചെയ്യുക. സേവ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെല്ലാം വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് ഇന്ത്യൻ ആർമിയുടെ ടെസ്റ്റ് ടെക്നിക്കൽ എൻട്രി സ്കീമിന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.